ജയേന്ദ്രൻ, ഇന്നത്തെ CPM നിലപാട് പറയാൻ CPM പ്രതിനിധിയില്ല. CPM ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന് വ്യക്തമാക്കിയാണ്. അത് തന്നെ ഇപ്പോഴുള്ള നിലപാട് മാറ്റമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. ഇതാണ് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. ആ വാക്കുകളിൽ നിന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊരു ഈ ശബരിമല വിഷയത്തിൽ CPM ഗോവിന്ദൻ മാഷ് എന്നിപ്പോൾ പറഞ്ഞത് ഒരു പുതിയ കാര്യം പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാനാണ് സ്മൃതി ശ്രമിക്കുന്നത്. പക്ഷേ 2019 തന്നെ CPIM അക്കാര്യത്തിൽ ഈ ശബരിമല വിഷയത്തിലുള്ള വ്യക്തതയോടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതിതാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്കാണല്ലോ ആ വിഷയം പോയേക്കുന്നത്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യവും മതാചാരവും തമ്മിലുള്ള ഭരണഘടനാപരമായ സാധുത എന്ത് എന്നുള്ളത് പരിശോധിക്കാനാണ് ഇരിക്കുന്നത്. അത്തരമൊരു പ്രശ്നം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് എടുക്കുമ്പോൾ സർക്കാർ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഈ കേവലമായ നിലപാടുകൾ മാത്രമല്ല, സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള നിലപാടുകൾ മാത്രമല്ല, അതിനു പകരം വിശ്വാസ സമൂഹവുമായും മത സാമുദായിക ആത്മീയ ആചാര്യന്മാരുമായിട്ടുൾപ്പെടെ ചർച്ച ചെയ്തിട്ടാവും സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് 2019 തന്നെ CPIM വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ഇക്കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുമുള്ളതാണ്. അതല്ലാതെ ഇന്ന് രാവിലെ വാർത്താസമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് ഒരു പുതിയ കാര്യം പറയുന്നു എന്ന മട്ടിലേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടതായ ഒരു കാര്യവും നിലനിൽക്കുന്നതേയില്ല. ഒറ്റവാചകത്തിൽ പറയാവുന്നതാണ്. യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നില്ല. കാരണം 2016 ഫെബ്രുവരി 6 ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയൊരു സത്യവാങ്മൂലം ഉണ്ടല്ലോ, യുവതീ പ്രവേശം ആവശ്യമില്ല എന്നുള്ളതാണ് ആ സത്യവാങ്മൂലം. ആ നിലപാടാണ് ഞങ്ങൾക്ക് എന്ന് പറയേണ്ടതുണ്ട്. കാരണം അതിനുശേഷം കൊടുത്ത സത്യവാങ്മൂലമാണ് അവിടെയുള്ളത്. അത് യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലമാണ്. അതിൽ നിന്ന് നിലപാട് മാറ്റി എന്ന് പറയുന്നത് 2019 തിരിച്ചടിക്ക് ശേഷമാണല്ലോ. അങ്ങനെയെങ്കിൽ അത് കൃത്യമായി വാചകമായി പറയണം. കാരണം കോടതി നടപടികൾ തുടങ്ങട്ടെ, ഈ ഭരണഘടനാ ബെഞ്ച് 9 അംഗ ബെഞ്ച് രൂപീകരിക്കട്ടെ, അതിനുശേഷം 9 അംഗ ബെഞ്ച് ആവശ്യപ്പെടട്ടെ എന്ന് പറയുന്നത് നിയമപരമായ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് നിലപാടാണ് ശ്രീ ജയേന്ദ്രൻ. കാരണം ഇക്കാര്യത്തിൽ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വനിതാ മതിൽ ഉണ്ടാക്കി, നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കി. അപ്പോൾ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാട് എന്താണ്? ആ നിലപാട് ഇതാ, ഞങ്ങൾ ഇത് മാറ്റുകയാണെങ്കിൽ മാറ്റി എന്ന് തന്നെ പറയണം. അല്ല സ്മൃതി, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരിയും മുഖ്യമന്ത്രിയായിരുന്ന ഇന്നും മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായിയും ആവർത്തിച്ച് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നിലപാട്. അത് CPIM നിലപാടാണല്ലോ. ഇന്നിപ്പോ കോടിയേരി അന്തരിച്ചു. ഇപ്പോ ഗോവിന്ദൻ മാഷാണ് സെക്രട്ടറി. അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അന്ന് പറഞ്ഞിട്ടുള്ളത് നിലപാടുകളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് വ്യത്യാസം എന്താണെന്നേ? ആ കാര്യത്തിൽ അന്ന് പ്രഖ്യാപിച്ച 2019 പറഞ്ഞ നിലപാടിൽ CPIM പിന്നെ നാളിതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇക്കാര്യത്തിലുള്ളത്? സുപ്രീം കോടതി 2018 സെപ്റ്റംബർ 28 പ്രഖ്യാപിച്ച വിധിയിൽ ഉത്തരവിൽ ഉള്ളതുപോലെ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കുന്നത് വിശ്വാസങ്ങളുടെ ഭാഗമായി വിശ്വാസ ലംഘനമാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ട്. അവരുടെ മതവിശ്വാസത്തെ കൂടെ പരിഗണിക്കണം എന്ന് മാത്രമല്ല, ഹിന്ദുമത വിവിധ സമുദായങ്ങളുടെ ആചാര്യന്മാരുടെയും ആത്മീയ ആചാര്യന്മാരുടെയും മതസമുദായ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ കൂടെ ഞങ്ങൾ തേടും എന്ന് മുഖ്യമന്ത്രിയാണല്ലോ പറഞ്ഞത്. അത് പരസ്യമായി പറഞ്ഞത് മുഖ്യമന്ത്രി പറയുന്ന നിലപാടല്ല എന്നുള്ള നിലപാട് സ്മൃതിക്കുണ്ടോ? എനിക്കില്ല. ഏതായാലും മുഖ്യമന്ത്രി അന്ന് പറയുന്ന നിലപാടാണല്ലോ, അതേ നിലപാടാണ് ഇപ്പൊ നാളെ സുപ്രീം കോടതി. 1ാം പിണറായി സർക്കാർ യുവതീ പ്രവേശത്തെ അനുകൂലിച്ച് നൽകിയ സത്യവാങ്മൂലം ഞങ്ങൾ അത് പിൻവലിക്കുകയാണ്, പുതിയ സത്യവാങ്മൂലം നൽകും എന്ന് പറയണമല്ലോ. അത് പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ എത്രത്തോളം റിജിഡാക്കാം എന്നുള്ളതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് സ്മൃതിയുടെ ഈ ചോദ്യം. ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ട ഒരു വിഷയം കേവലം ഒരു സത്യവാങ്മൂലത്തിന്റെ പ്രശ്നമായിട്ട് എങ്ങനെയാണ് ഒതുക്കാൻ കഴിയുന്നത്? അത്ഭുതകരമാണ് ആ വ്യാഖ്യാന വൈഭവം കേട്ടോ, പറയാതിരിക്കാൻ കഴിയില്ല.
ഇത് ഭരണഘടനാപരമായ പ്രശ്നമാണെന്നേ. അതുകൊണ്ടാണല്ലോ 9 അംഗ ബെഞ്ചിന് വിട്ടത്. എന്താണ് ഭരണഘടനാ പ്രശ്നം? മതാചാരവും വിശ്വാസവും തമ്മിലുള്ള സംഘർഷം. അതിനെ എങ്ങനെയാണ് ഭരണഘടനാപരമായി കാണേണ്ടത്? ഇതാണ് മുമ്പിലുള്ള ചോദ്യം. അത് സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള ചോദ്യമാണ്. അതിനെ 2016 ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിനെ മാത്രമായ ഒരു പ്രശ്നമായിട്ട് ഒതുക്കുന്ന ആ ഒരു നടപടി ഉണ്ടല്ലോ, അത് പിന്നെ വിശേഷമായിരുന്നു എന്നല്ല പറയാൻ കഴിയില്ല. ജയേന്ദ്രൻ, ഇതൊരു കോടതി വ്യവഹാരമായിട്ടേ അല്ല പിണറായി സർക്കാർ ഇതിനെ കണ്ടിരുന്നത്. ഇതിൽ സ്ത്രീ പ്രവേശമല്ല യുവതീ പ്രവേശം എന്നതിൽ ഒരു നിലപാട് ഉറച്ചു പറയുകയും യുവതീ പ്രവേശത്തിന് വേണ്ടി ഇവിടെ നവോത്ഥാന സമിതി രൂപീകരിക്കുകയും വനിതാ മതിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ നിന്നും യു ടേൺ ഉണ്ടായോ, തിരിഞ്ഞു നടക്കുകയാണോ എന്നതാണ് ചോദ്യം. സ്ട്രെയിറ്റ് ചോദ്യം. സ്ട്രെയിറ്റായ മറുപടി കിട്ടുന്നില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്ന് മാർക്സ് പറഞ്ഞതിനെ ഉദ്ധരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മാറി എന്നാണെങ്കിൽ മാറി എന്ന് പറയണമെന്നേ. മാറി എന്ന് പറയാൻ എന്താണ് പാർട്ടി പ്രതിനിധി പോലും വരാത്തത്? അല്ലാത്ത അതൊക്കെ എന്നോടാണ് ചോദിക്കേണ്ടത്. അതിന് മറുപടി പറയാൻ എനിക്കെന്താണ് ഉത്തരവാദിത്വവും അർഹതയും ബാധ്യതയും ഉള്ളത്? ഞാൻ അഡ്രസ് ചെയ്യാൻ അങ്ങേക്ക് ഒരു അഭിപ്രായം ഉണ്ടാകുമല്ലോ, ആ അഭിപ്രായമാണ് ചോദിച്ചത്. ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ളതല്ലെങ്കിൽ എനിക്കുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ചോദ്യത്തിനും മറുപടിയായിട്ട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇതിനെ കേവലമായ പിന്നെ ഒരു സർക്കാരിന്റെയും മറ്റു സർക്കാരിന്റെയും സത്യവാങ്മൂലത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്ന ആ നിലപാടിനോടാണ് കടുത്ത വിയോജിപ്പുള്ളത്. അങ്ങനെയല്ല. ഈ റിവിഷൻ പെറ്റീഷൻ എന്തൊക്കെയാണ് ഉന്നയിച്ചിട്ടുള്ളത്? NSSഉം തന്ത്രസമാജവും തന്ത്രിയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എത്രയൊക്കെയാണ്? 6-7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷം ഉണ്ടല്ലോ ഈ ചർച്ചയിൽ, അദ്ദേഹം പറയുമല്ലോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. NSSന്റെ ഒക്കെ നിലപാടിനൊപ്പമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.